പൂരത്തോടെ സ്വീകരിച്ച് നമ്മൾ പൂരത്തോടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ചേർന്ന് വെടിക്കെട്ട് നടത്തി പൂരം കൊടിയിറങ്ങി എന്ന് പറയുന്ന പോലെ അത്ര ഗംഭീരമായിട്ട് സംഘാടനത്തിന്റെ ഈ മികവിനെ എല്ലാവരും കൈയടിക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞാണ്, വലിയ കഥയൊന്നുമില്ല. എന്താ തോന്നുക? തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സംഘാടനത്തിന്റെ ഒരു പുതിയ സാധ്യതയല്ല, ഇത് തുടരുന്നൊരു ശീലമാണ്. പക്ഷേ വളരെ ഒരുമയോടെ ഒരാൾക്കും പരാതി പറയാൻ പറ്റാത്ത വിധം, ബിജുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പിനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരവസരവും ഇല്ലാത്ത വിധം ഏറ്റവും നന്മയോടുകൂടി ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ളൊരു ധാരണയോടുകൂടി ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. വിവാദങ്ങളിലൊരു താല്പര്യമില്ല. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ CM എന്നോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ സ്വകാര്യമായിട്ട്? ഞാൻ പറഞ്ഞു 249 ഇനങ്ങളെ ഈ കലോത്സവത്തിലുള്ളൂ. വിവാദം എന്നൊരു ഇനം 150 ഉൾപ്പെടുത്താൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. വിവാദമില്ലാത്തൊരു കലോത്സവമാണ്. ഇപ്പോൾ രാവിലെ കണ്ടില്ലേ ഈ ശുചീകരണ തൊഴിലാളി, ഞങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ കൂടാറുണ്ട്. ഇത്ര ക്ലീൻ ആൻഡ് നീറ്റായി ഒരു കലോത്സവം ഇന്നലെ ഇവിടെ എനിക്ക് തോന്നുന്നൊരു കുറഞ്ഞത് ഈ വേദിയിൽ 20,000 ആൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടാവും. കാരണം ആ കസരയും കഴിച്ച് പൂരത്തിൻ്റെ ജനം ഇവിടെ നിൽക്കുകയാണ്. 12 മണിക്ക് കലോത്സവത്തിൽ അവസാനത്തെ ഡാൻസും കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത്ര തന്നെ ആൾ ഇവിടെ നിൽക്കുക. എന്നിട്ട് ഈ കുട്ടികൾക്ക് ഒരു പ്രയാസവും ഇല്ല. സാധാരണ ഞാൻ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് പോയി സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ്, ജില്ലാ മത്സരങ്ങൾക്ക് പോയിട്ടുള്ള ആളാണ്, ഇന്റർസോണിന് പോയിട്ടുള്ള ആളാണ്. സാധാരണ നമ്മൾ പുറത്ത് കലാപരിപാടി അവതരിപ്പിക്കുക പ്രതിഷേധമാണ്. പ്രതിഷേധ ഡാൻസ്, പ്രതിഷേധ തിരുവാതിര, പ്രതിഷേധ ഭരതനാട്യം, ഇത് സന്തോഷമാണ്. അകത്ത് കാണാൻ പറ്റില്ല, എന്നാൽ ഞങ്ങൾ ഇവിടെ കളിക്കാന്ന് പറഞ്ഞിട്ട് പിള്ളേരങ്ങ് തുടങ്ങുകയാണ്. എത്ര മണി നേരം ഇന്നലെ പോയത്. അപ്പോൾ വളരെ സന്തോഷത്തോടെ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉപചാരം ചൊല്ലി പിരിയും. വൈകുന്നേരം 6 മണിക്ക് ഉപചാരം ചൊല്ലി പിരിയും. അല്ല മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഏകദേശം 15,000 കുട്ടികൾ നമ്മളിപ്പോൾ ഏഷ്യ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു മെഗാ ഇവന്റ് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഇല്ല. ഉദാഹരണം കാണിക്കാൻ വേണ്ടി നമ്മൾ പറയില്ല, പഴുതടച്ച കണക്കാണ് എല്ലാ കാര്യങ്ങളും. ഇത്രയും കുട്ടികൾക്കും ഫുഡ്, അക്കോമഡേഷൻ, ഒപ്പം തന്നെ ആ പരിപാടിയുടെ സംഘാടനം, അത് കേരളം മറ്റുള്ളവരുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു വലിയ മാതൃകയാണ്. അത്തരമൊരു സാധനത്തെ കഴിഞ്ഞ കാലങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന ഇതിനൊരു അറേഞ്ച്മെന്റ്സേ ഇല്ലായിരുന്നു. രാത്രി പുലരുവോളം നീണ്ടുപോകുന്നൊരവസ്ഥ. അവിടെ നിന്ന് ഇതെല്ലാം കൃത്യമായിട്ടൊരു ക്രമപ്പെടുത്തി നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തെത്തുമ്പോൾ അതിൻ്റെ എല്ലാ ചിട്ടാവട്ടങ്ങളിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സർക്കാർ അതിലും ഒരു കൃത്യമായിട്ടൊരു വിജയം കൈവരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ലായിരുന്നു. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ഈ ചൂരൽമലയിലെ ദുരന്തത്തിന് അതിജീവിക്കാൻ നടത്തുന്ന സംഘാടനം പോലെ തന്നെ പഴുതടച്ചിട്ടുള്ള സംഘാടനം ഞങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും പേടിയുണ്ടായിരുന്നു. എന്തിലെങ്കിലും ഭക്ഷണത്തിൽ കുഴപ്പം വരുമോ, താമസത്തിൽ കുഴപ്പം വരുമോ, ശുചീകരണത്തിൽ കുഴപ്പം വരുമോ, വെള്ളം കൊടുക്കുന്നതിന് കുഴപ്പം വരുമോ, ഒന്നും ഇല്ലാത്ത വിധം ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഏതാണ്ട് 3-3.5 മാസക്കാലമായിട്ട് ഇതിങ്ങനെ പൂർണ്ണമായിട്ട് നിൽക്കുകയാണ്. ശിവൻകുട്ടി മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൻ്റെ സംഘാടക സമിതി ഉണ്ടായിരുന്നു. മന്ത്രി ഞാൻ പറഞ്ഞു ഇനിയൊന്ന് അകത്തേക്ക് കയറണം. ആദ്യം ബാൻഡ് സെറ്റ്, പിന്നെ ഡാൻസ്, പിന്നെ അടുത്ത് ജുംബ നൃത്തം, ഇങ്ങനെ കുട്ടികൾ സ്വീകരിച്ച് ഒരു 14,000 പേരുടെ സാന്നിധ്യത്തിലാണ് ആദ്യ സംഘാടക സമിതി തന്നെ ചേർന്നത്. അന്ന് മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ബിജുവിന് ഓർമ്മയുണ്ടോന്നറിയില്ല. പിന്നെ മന്ത്രി പറഞ്ഞത് സംഘാടക സമിതി ഇങ്ങനെയാണെങ്കിൽ കലോത്സവം എന്തായിരിക്കുന്നത്. അപ്പോൾ മന്ത്രിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റി, പൊതുസമൂഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റി. ഒറ്റ കാര്യം കൂടി പറയാം, ഞാൻ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ടെൻഷൻ ഇത്രയും സമയത്ത് കാര്യം എന്തെങ്കിലും ഒരു ചെറിയ ഒരു ദിവസത്തോടു കൂടി ഒരു വിവാദവും ഇല്ല. ആദ്യത്തെ ദിവസത്തോടെ കൂടി അത് തീർന്നു. മറ്റത് ഞങ്ങൾ നന്നായി ശ്രദ്ധിച്ചു. കാരണം ആദ്യ ദിവസം ഒരു 12 മണി വരെയൊക്കെ പോയപ്പോൾ ഇനി കൃത്യം വേണം എന്നാവശ്യപ്പെട്ട് ഒരു സ്റ്റേജിൽ ഞാൻ, ഒരു സ്റ്റേജിൽ ശിവൻകുട്ടി മിനിസ്റ്റർ, ഞങ്ങൾ രാവിലെ തന്നെ ചെന്നിരുന്നു. തുടങ്ങി ആൾ കയറുന്നില്ലേ, പരിപാടി തുടങ്ങുന്നില്ലേ, ആപ്പുകളാണ് ഓരോ മിനിറ്റിലും എത്ര നേരം വൈകും, എത്ര പോയിന്റുകൾ, ഇതെല്ലാം ഇങ്ങനെ കൂട്ടി നോക്കി ആളുകളുടെ ആവശ്യപ്രകാരം ഇത്തിരി നേരം വലിച്ച് രാത്രി കാണിച്ചതൊഴിച്ചാൽ കൃത്യമായ സംഘാടനത്തിൻ്റെ സംവിധാനങ്ങളാണ് ഈ കലോത്സവത്തിലുണ്ടായത്. ജനങ്ങളുടെ വിജയമാണ്, തൃശ്ശൂർ പൗരാവലിയുടെ വിജയമാണ്. ഇതിൽ ഓരോരുത്തർക്കും പങ്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളത് ഈ തൃശ്ശൂരിലെ കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളി മുതൽ ഇങ്ങോട്ട് ആരംഭിക്കും. കുടുംബശ്രീ, പോലീസ്, ശുചീകരണ തൊഴിലാളി, ഹരിത കർമ്മസേന, ദേവസ്വങ്ങള്, പന്തല് കെട്ടുകാര്, കസാര ഇടുന്നവര്, മൈക്കുകാര്, ചെറിയ കച്ചവടം നടത്തുന്നവർക്ക് വരെ ഇവിടെ റോളുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ചരിത്രം എഴുതാൻ പറ്റി. 62 മുതൽ ഇവിടെ കലോത്സവങ്ങൾ വന്നു തുടങ്ങി. ഇത് 7ാമത്തെ കലോത്സവമാണ്. എല്ലാ കലോത്സവത്തിലും റെക്കോർഡ് ഉണ്ടാവും.
ഞങ്ങളുടെ മിടുക്കൊണ്ട് മാത്രമല്ല, ഇവിടെ വെച്ചാണ് കലാപ്രതിഭ കലാതിലക പട്ടം ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ഇവിടെ വെച്ചാണ് വൈലോപ്പള്ളി മാഷ്, മുല്ലനേഴി, സുകുമാർ അഴീക്കോട്, വത്സല ടീച്ചർ, കുഞ്ഞുണ്ണി മാഷ് കൂടി ആ സ്മരണിക ഉണ്ടാക്കിയത്. ഇവിടെ വെച്ച് തന്നെ സിയ ഫാത്തിമ എന്നൊരു കുട്ടി ലോകത്തിൻ്റെ മറ്റൊരു മൂലയിലിരുന്ന് ചിത്രം വരച്ച് ഓൺലൈനിലൂടെ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ കുട്ടിയായി 13 ഇനങ്ങളിൽ ആരംഭിച്ച് 249 ഇനങ്ങളിലേക്ക് എത്തിയപ്പോൾ ഒരു കുഞ്ഞ് അറബിക് ചിത്രരചനയിൽ അതിൽ പങ്കെടുത്തു എന്നുള്ള സന്തോഷം കൂടി. എവിടെ ലൈവ്? ലൈവിൽ പോയില്ലോ? അല്ല, അവരുടെ ലൈവ് അപ്പുറത്ത് മലയാളം അവര് 8:00 ലൈവ് അത് 8:30 എന്താ പറഞ്ഞു. അവര് വയനാട് എന്തോ നാളെ പോകുന്നുണ്ട്, അതിനോട് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. ന്യൂസ് മലയാളം പറഞ്ഞ പോലെ മിനിസ്റ്റർ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കംഫർട്ട് കൂടുതലായ കാരണം കുത്തിത്തിരിപ്പ് ഇങ്ങനെ പറയാലോ, അതിങ്ങനെ പറയാലോ. കാരണം അത് ഔപചാരികതയില്ല. കാരണം നമ്മളിപ്പോൾ എന്നും ഇങ്ങനെ കാണുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കുള്ള തീർത്തും ഔപചാരികത ഇല്ലാത്തൊരവസ്ഥയല്ലേ. ഞങ്ങൾ പരിചയപ്പെടുത്തിയില്ല. നമ്മളിന്ന് നമ്മുടെ കൂടെ അരുണുണ്ട്, പിന്നെ തൃശ്ശൂരത്തെ നമ്മുടെ ഒരു പ്രമുഖ വ്യക്തിത്വം ജയേട്ടുണ്ട്. സാധാരണ തോറ്റു തൊപ്പിട്ടിട്ടാണ് വെക്കാറ്, ഇന്നിപ്പോൾ വെയില് കാരണം തൊപ്പിട്ടൊക്കെയാണ്. കാരണം തൃശ്ശൂരത്തെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, നമ്മളുടെ ഒരു മെൻറ്ററാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കേസുകളിലും നമുക്ക് കാര്യങ്ങളെ പറഞ്ഞു തരുന്ന ഒരാളാണ് ജയേട്ടൻ. അത് ഈ പറഞ്ഞ പോലെ കേബിൾ TV, ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന കേബിൾ TV പറയില്ല. ഓക്കെ, ഞാൻ വിട്ടു. അരുണേ, നമ്മൾ കാണുന്ന ഈ ലോകം, അരുൺ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അരുൺലാലിനെ എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. SV വൈബ്സ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ എന്താ പറയുക, കിഴക്കേ ഗോപുരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ ഇതൊരു അനുഭവമാണ്. കാരണം തൃശ്ശൂരിൻ്റെ മതേതരത്വത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഈ കിഴക്കേ ഗോപുരം. തൃശ്ശൂർ നമ്മൾ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തൃശ്ശൂർ ശക്തൻ്റെ തൃശ്ശൂർ എന്നല്ലേ പറയാം. ശക്തൻ നമ്മൾ വലിയ പടയോട്ടങ്ങളൊന്നും നടത്തിയതായിട്ട് ആർക്കും അറിയില്ല. ശക്തൻ ഇവിടെ എതിർത്തിട്ടുള്ളത് ഇവിടുത്തെ ബ്രാഹ്മണാധിപത്യത്തെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശക്തൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതിൽ തന്നെ അദ്ദേഹം തൃശ്ശൂർ വിപണി കീഴടക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പറയുന്ന പോലെ ജോയ് ആലുക്കാസ് അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ കല്യാൺ സ്വാമി, അങ്ങനെ ഒരു എന്താ പറയുക കച്ചവട സാധ്യതയുടെ വലിയ കാര്യം മുന്നിട്ട് കണ്ട് അദ്ദേഹം എടുത്ത ഒരു തീരുമാനമാണ് ആലയങ്കാട്, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള ആലയങ്കാട് നിന്ന് 5 കുടുംബങ്ങളെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അത് പുത്തൻപേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ നമ്മുടെ അരിയങ്ങാടിയൊക്കെ ഇരിക്കുന്നത്. ഈ പുത്തൻപേട്ട എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം പണ്ട് കാലത്ത് ഒരു എന്താ പറയുക കാർത്യായനി ക്ഷേത്രം, എരിഞ്ഞേരി കാർത്യായനി ക്ഷേത്രം ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ കുടുംബത്തിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ സ്ഥലം അവർക്ക് കൊടുത്തു. പക്ഷെ അവിടെ എരിഞ്ഞേരി അമ്പലം ഉണ്ടായിരുന്നു, അവർ മൂർത്തി ഉണ്ടായിരുന്നു. ആ മൂർത്തിയാണ് കുറെ കൊല്ലം അവിടെ ഉപയോഗമില്ലാതെ അല്ലെങ്കിൽ അവിടെ പൂജ ഇല്ലാതെ ഇരുന്നപ്പോൾ ശക്തൻ പറഞ്ഞു ഇവിടെ ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ എരിഞ്ഞേരി കാർത്യായനി ക്ഷേത്രത്തിൽ ആ മൂർത്തിനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവച്ചു. ദൈവികമായിട്ടുള്ള നടയാണത്. പിന്നീട് അവിടെ പ്രതിഷ്ഠിച്ചു. എവിടെ നമ്മുടെ പഴയ എരിഞ്ഞേരി കാർത്യായനി ക്ഷേത്രം അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ കേരളത്തെ അല്ലെങ്കിൽ നാടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം, അതിന് മതതീവ്രവാദമല്ല വേണ്ടത് എന്ന് മനസ്സിലായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ. അതിന്റെ അടയാളപ്പെടുത്തലാണ് ഇതിപ്പോൾ നമ്മളറിയാം. എരിഞ്ഞേരി അങ്ങാടി എന്ന പേരിലാണ്. അങ്ങാടി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ പേരിന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള പേരാണ്. നമ്മൾ പറയുന്ന പോലെ ഈ നമ്മൾ അങ്ങാടികളിൽ നിന്ന് ഒരു അങ്ങാടികളുണ്ട്, എരിഞ്ഞേരി അങ്ങാടി, അരിയങ്ങാടി എന്ന് പറഞ്ഞ കുറച്ച് ഇങ്ങനെ സെക്ടർ ആയിട്ടുണ്ട്. തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളവരുണ്ട്. ഞാനിതൊരു ചരിത്രം പറഞ്ഞു എന്ന് മാത്രം. അതിന്റെ ഇടയിൽ ഇവർക്ക് വേണ്ടി ബിസിനസ് നടത്താനുള്ള ഫിനാൻസ് വന്നത് ഈ ചിറ്റ് കമ്പനികളാണ്. അല്ല, അതാണ് തൃശ്ശൂർ കുറിക്കമ്പനികളുടെ. അതായത് അന്ന് ചിലപ്പോൾ ഇതായിരിക്കും എടുത്തുണ്ടാവുക, എന്തെങ്കിലും ധാന്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. അങ്ങനെ പിന്നെ അത് പൈസയായി. അപ്പം നിങ്ങൾക്ക് ബിസിനസ് നടത്തുന്നത് കുടികളിൽ നിന്നാണ് ഇവിടുത്തെ
ഫിനാൻസ് കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ തൃശ്ശൂർ ഇപ്പൊ എത്ര ബാങ്ക്സ് ഉണ്ട്, ഹെഡ് ഓഫീസ് അല്ല ഹെഡ് ഓഫീസ് ഒരുപാട് ബാങ്കുകൾ പോയി അന്യാധീനപ്പെട്ടു പോണ CSB ബാങ്കൊക്കെ പോയി പറയാ അല്ല കാലഘട്ടം മാറുമ്പോ സ്ട്രക്ചർ ആ കാലത്ത് കൊണ്ടുവന്നതാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇവിടെ നിങ്ങൾ വന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾക്ക് ഐഡിയ മാത്രമേ ഉള്ളൂ. പൈസ എങ്ങനെ ഉണ്ടാവുക? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? അത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് തിങ് നമ്മുടെ തൃശ്ശൂരിന്റെ കൾച്ചറിൽ. അതൊരു തൃശ്ശൂരിന്റെ ഭാഗമാണ്. പിന്നെ ഏതുവരെ മലവെള്ളപ്പാച്ചിലുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടായാലും തൃശ്ശൂർ അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ പൂരം വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളം അടുത്ത കാലത്ത് ചർച്ച ചെയ്തിട്ടുള്ള ഏത് കാര്യങ്ങളെയും എന്താ പറയാ. സുർജിത് സാർ ആള് ഇതിലാണ് അങ്ങേര് ന്യൂസായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ വർത്താനത്തിലാണ്. അതെ കാശ്മീരിലോ അങ്ങനെയാണ്. നമ്മൾ നിരന്തരമായ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ഇടയിൽ നമ്മളിപ്പോ മലപ്പുറത്ത് ഒരു കുംഭമേള, കേരളത്തിന്റെ കുംഭമേള നടക്കുകയാണ്. അരുണേ, ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമ്മളിവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇതൊരു വിപണിക്ക് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ പൂരം ആചാരം ആയാലും തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത ആചാരങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ആഘോഷങ്ങൾക്കാണ്, അല്ലേ ചേട്ടാ? കാരണം 36 മണിക്കൂർ എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ഈ എന്റർടൈൻമെന്റിന് ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക് വരികയാണ്. നമ്മുടെ ഹിന്ദു ഐഡിയോളജി അനുസരിച്ച് തെക്കോട്ട് ഇറങ്ങുക എന്ന് പറയാൻ പാടില്ല. തെക്കോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ മരിച്ചാൽ മാത്രം. പക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങ് എന്താണെന്നറിയോ? തെക്കോട്ടിറക്കാണ്. എന്ന് വെച്ചാല് ഇതൊക്കെ എന്നെ സംബന്ധിക്കുന്ന പുതിയ അറിവുകളാണ്. എന്ന് വെച്ചാൽ തെക്കോട്ടിറക്ക് എന്ന് പറഞ്ഞാൽ ശക്തനെ ഈ ബ്രാഹ്മണാധിപത്യത്തിനെതിരെയാണ് അദ്ദേഹം പൂരം സംഘടിപ്പിക്കുന്നത്. കാരണം തൃശ്ശൂർ പൂരം അങ്ങനെ നമ്മൾ ജാതി പറയല്ല, നായമാര പൂരാണ്. എന്ന് പറഞ്ഞാൽ പെരുവന മാറാട്ടുപുഴ പൂരം 1444 പൂരാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അത്രയും ചരിത്രപരമായ ഐതിഹ്യപരമായ പാരമ്പര്യം ഉണ്ടെങ്കിൽ തൃശ്ശൂർ 230 അല്ലെങ്കിൽ 232 കൊല്ലത്തേക്ക് പഴക്കമുള്ളൂ ഈ തൃശ്ശൂർ പൂരത്തിന്. പക്ഷെ നിങ്ങൾ പോലും കേട്ടിട്ടുണ്ടാവില്ല കേരളത്തിലെ ഏറ്റവും ആദ്യ പൂരം പെരുവന ആറാട്ടുപുഴ പൂരാണോ, ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ പൂരം അതാണെന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. അതാണ് ആ എന്റർടൈൻമെന്റിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ ആചാരപരമായി ഗംഭീരമാണ് ആറാട്ടുപുഴ പൂരം. ഇവിടെ എന്റർടൈൻമെന്റ് ആണ്. അതൊരു നഗരമധ്യത്തിൽ ഇതിനു വേണ്ടി ഒരു സ്ഥലം ഏർപ്പാടാക്കി കൃത്യമായിട്ട് ആരൊക്കെ വരും. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ മിനിസ്റ്റർ പറഞ്ഞില്ലേ, ആരൊക്കെ സ്റ്റേജിൽ കയറും, ആരൊക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും എന്നുള്ളത് കൃത്യമായിട്ട് നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന് ഘടകപൂരം ഞങ്ങൾ പറയുന്നത് മിനിസ്റ്റർ തന്നെ പറയുന്നു, കണിമംഗല ശാസ്താവ് വെയിലും മഴയും ഏൽക്കാതെ രാവിലെ പൂരപ്പറമ്പിൽ തെക്കേ ഗോപുരം നടന്നൊക്കെ തുറന്ന് ഉള്ളിൽ കയറുമ്പോഴാണ് പൂരം കൊട്ടിക്കയറാൻ തുടങ്ങുന്നത് എന്ന് പറയും പോലെ പൂരത്തിന്റെ പോലെ തന്നെയാണ് ഈ ആഘോഷങ്ങളിൽ അത്രയും ചിട്ടവട്ടത്തോടു കൂടിയാണ് ചേട്ടാ അല്ലെ സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് തൃശ്ശൂരിന്റെ മറ്റൊരു പ്രത്യേകത. ഈ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രതിരോധം തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അരുണിനെ നമുക്കറിയാം, അരുൺ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ സാധനം ഒന്നും അറിയില്ല. അങ്ങനെ പറയരുത്. എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്ന് മുതൽ ഡിജിറ്റൽ വിപ്ലവം വന്നു തുടങ്ങിയോ അന്ന് മുതൽ ഓരോ വ്യക്തിയും മാധ്യമപ്രവർത്തകനാകുന്ന കാലമാണ്. കാര്യം ഇന്നിപ്പോൾ വാർത്തകൾ പോലും റേസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. ഒരു മാധ്യമപ്രവർത്തകനും അവിടെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അതായത് ഒരു കാലത്ത് മാധ്യമങ്ങളുടെ അപ്രമാദിത്വം എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർക്ക് ലൈവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതുപോലെ നിങ്ങൾ കണ്ട DSNG പോലത്തെ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ലൈവ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ എന്നൊരവസ്ഥയുണ്ട്. പക്ഷെ ഇന്ന് ഈ ഒരു സ്റ്റാൻഡും മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ ലൈവ് പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയപ്പോൾ മാധ്യമങ്ങളെ പോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന് മാധ്യമപ്രവർത്തകനാകാൻ പറ്റുമെന്നുള്ളതാണ് ഒരു വലിയ ചരിത്രപരമായിട്ടുള്ള വിപ്ലവം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങൾ എന്ത് പറയുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പറയാനുള്ള അവസരവും സ്പേസും പൊതുജനങ്ങൾക്കുണ്ടാകുന്നത്. ഞാൻ മാധ്യമപ്രവർത്തകനാണ്, ചേട്ടൻ അല്ല എന്ന് പറയാൻ പറ്റില്ല. ചേട്ടൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഒരു വിഷയത്തെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ യു ആർ ആൾസോ എ ജേർണലിസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ജേർണലിസ്റ്റ് എന്നൊരു കാറ്റഗറി അല്ല, ഒരു വിഷയത്തെക്കുറിച്ച് വസ്തുത ഒരു മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് വാർത്ത അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന്ന് സാധാരണക്കാരനെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തെത്തി എന്നുള്ളതാണ്. തേക്കിൻകാട് മൈതാനത്ത് വലിയ കൊഴുപ്പിന്റെ മാധ്യമ പ്രവർത്തനത്തിനപ്പുറം അതാ പറയുന്നത് ഇപ്പോഴത്തെ ഈ മറ്റേ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക്
അരുൺ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതിന്റെ കർത്തവ്യം ചെയ്യേണ്ട ഒരു കടമയുണ്ട് അവർ എല്ലാവർക്കും. അപ്പൊ കാര്യങ്ങൾ കാണുമ്പോൾ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് ഇവർ പറയുന്നതെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം വേണമെന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ് ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം. സത്യം പറയാനായിട്ട് തുനിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓരോ ജില്ലയിലെങ്കിലും ഇറങ്ങി പുറപ്പെടാൻ ആളുകൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഒരു അഭ്യർത്ഥന. എന്നാലേ ഇവർക്ക് കുറച്ചുകൂടി എന്താ പറയാ, ഇപ്പൊ ഇവര് ഈ പൂരത്തിന്റെ ഇടയിൽ നമ്മളും ഈ പറഞ്ഞ പോലെ കണിമംഗല ശാസ്താവും മറ്റേ എന്താ പറയാ പാറമക്കാവും തിരുവമ്പാടി ഉള്ളിടത്തായാലും എന്താ പറയാ ഘടകപൂരങ്ങൾ ചേരുന്നതാണ് തൃശ്ശൂർ പൂരം. ഇത് ഈ ഇങ്ങനെ ഒരു മേള നടക്കുന്ന പോലും തൃശ്ശൂരിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പൂരത്തിന്റെ അത് പൂരം കൊണ്ട് തന്നെയാണോ സ്വീകരിക്കുന്നത്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാറമക്കാവിന്റെയും തിരുവമ്പാടിയുടെയും പ്രമാണികൾ ഒരു റിപ്ലിക്കേറ്റ് ചെയ്തു. നമ്മുടെ എലിഞ്ഞിതറമേണ്ടല്ലോ, അത് ഇവിടെ ഈ നടയിലായിരുന്നു. 2 പ്രമാണികളും തിരുവമ്പാടിയും പാറമക്കാവിന്റെ പ്രമാണികളും നയിച്ചിട്ടുള്ള ഒരു പാണ്ടിമേളം. അതോടുകൂടിയ തുടക്കം വന്നു. നമ്മുടെ മുഖ്യമന്ത്രി വന്ന് അതിന്റെ ഒപ്പം നിന്നുകൊണ്ട് കുറച്ചു നേരം നിന്നുകൊണ്ടിട്ടാണ് ഉള്ളില് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അത് എന്ന് പറഞ്ഞാൽ ഇത്രമേൽ സ്വീകരണം എന്ന് പറഞ്ഞാൽ മേളത്തോടെ, അതും തിരുവമ്പാടിയും പാറമക്കാവിന്റെയും 2 മേളപ്രമാണികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മേളത്തോടെയാണ് ഇതിന് ആരംഭം കുറിച്ചത് എന്നുള്ളത് തന്നെയാണ് വലിയ സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ കാണുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മേള എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മേള ഉണ്ടാവുന്നത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇപ്പോഴും അതുപോലെ നിലനിർത്താൻ കഴിയുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പൊതുവിദ്യാഭ്യാസ മേഖല, പൊതു ആരോഗ്യ മേഖല അത്ര ശക്തമായിട്ട് ഞാൻ പറയുന്നില്ല, എവിടെയും കാണില്ല. എവിടെ കാണുക? അതെ ഇന്ത്യക്കകത്ത് ഇവിടെ എടുത്ത് ഇന്ത്യക്കകത്തും പുറത്ത് പിന്നെ പറയണ്ട. അത് അങ്ങനെ പൊതുമേഖല ഇന്ത്യയിലെ വലിയ സംസ്ഥാനമല്ല കേരളം. പക്ഷേ കേരളത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളം അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഈ പൊതുവിദ്യാഭ്യാസ രംഗം നമുക്കറിയാം. 2016 മലാപ്പറമ്പ് AUP സ്കൂള് ഏറ്റെടുക്കാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും പിന്നീട് അത് ഏറ്റെടുക്കുകയും കേരളത്തിലെ സ്കൂളുകൾക്ക് മുഴുവൻ പുതിയ കെട്ടിടങ്ങൾ വരികയും ചെയ്തതിന്റെ ഭാഗം കൂടിയാണ് ഈ കലാമേള നിലനിന്ന് പോകുന്നത്. അതുപോലെ നിലനിന്ന് പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും നിലനിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ സ്കൂളുകളും കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പൊതുവിദ്യാഭ്യാസ രംഗം തന്നെ എത്ര സ്കൂളുകളാണ് കഴിഞ്ഞ കോവിഡ് കാലത്തിന് ശേഷം അടച്ചു പോയത്. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ ഒരു സ്ഥിരതയായ പ്രവർത്തനം, ഈ പറഞ്ഞ പോലെ ഈ കലോത്സവം നടക്കുമ്പോൾ സ്ഥിരതയായ ഭരണവും അങ്ങനെയാവണം. പൊതുജനം ഭരിക്കുന്ന ഒരു അവസ്ഥ വരണം, എന്നാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നില്ല, നമ്മുടെ ഈ പലതരത്തിലുള്ള എല്ലാവർക്കും ഈ താഴെ തട്ട് വരെയുള്ള ആൾക്കാർക്ക് വരെ നിയമം കൊണ്ടുവരാനും ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള അധികാരം കൊടുക്കണം. അതാണ് പൊതുമേഖല വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൊതുജനങ്ങളുടെ കയ്യിൽ ഭരണം കിട്ടണം. അതുകൊണ്ടാണ് നമ്മളെ എല്ലാ നാട്ടിലും കേരളത്തിലെ എല്ലാ സ്ഥലത്തും വികസിക്കുന്നത്. എന്താ വെച്ചാൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇന്നത് വേണം ഇന്നത് വേണ്ട. അല്ലല്ല, ഇന്ന് പറയുമ്പോ ഈ കുത്തിത്തിരിപ്പ് പറയുമ്പോ ഇന്നത്തെ 2 വാക്ക് എനിക്ക് പറയാനുള്ള, ഈ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വലിയ സന്തോഷം തോന്നാൻ കാര്യം ഫോണുകളിലൂടെ സംസാരിക്കുകയും വീഡിയോകളിലൂടെ മാത്രം കണ്ട് പരിചയമുണ്ടായിരുന്നതാണ് ബീച്ചേട്ടനെയും മദൻ സാറിനെയും നമ്മുടെ ഈ ചേട്ടന്മാരെയൊക്കെ എല്ലാവരെയും എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. കാര്യം മാധ്യമപ്രവർത്തന മേഖലയിൽ നിന്ന് ഒരു സ്വതന്ത്ര പ്ലാറ്റ്ഫോമിലേക്ക് മാറിയതിന് ശേഷം ഇതുപോലുള്ള ഒരു അനവധി സൗഹൃദങ്ങളുണ്ട്. അതായത് ശരികൾക്ക് വേണ്ടി പോരാടുന്ന കുറേ മനുഷ്യർ, അതും സ്വന്തം നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തി അവരവർ തീരുമാനിച്ചിറങ്ങി ഈ ഒരു നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിനെതിരെ പോരാടേണ്ടതുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അതിനെതിരെ അവർ പ്രചരിപ്പിക്കുന്ന കള്ളങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ശബ്ദമാകേണ്ടതുണ്ട് എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഇവരെ പോലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന് അവരോട് പരിചയപ്പെടാനും അവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ കിട്ടുന്നൊരു മാനസിക സന്തോഷവും ഒരു എക്സ്പീരിയൻസും എന്നെ സംബന്ധിക്കുന്നിടത്തോളം തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന തേക്കിൻകാട് മൈതാനത്ത് ആദ്യമായിട്ട് വരുമ്പോൾ അത് തന്നിരിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഒരു വലിയ ഒരു എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണെന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അത്തരം ഒരു നിമിഷത്തിന് അവസരം ഉണ്ടാക്കി. ഇന്നലെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് അറിഞ്ഞപ്പോൾ തീരുമാനിച്ചപ്പോൾ ബിജുചേട്ടനെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. അപ്പോൾ അതിൻ്റെ വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്നു ഇവിടെ എനിക്ക് എല്ലാ സഹായവും എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഒറ്റയാൾ പോരാളിയായിട്ട് തൃശ്ശൂരിൽ നിലനിന്നുകൊണ്ട് ഇവർ രാവിലെ
ഒറ്റയാളല്ല, രണ്ടാൾ പോരാളിയായിട്ട് ഒറ്റയാളായി തുടങ്ങി, പിന്നെ അവർ ഒരു കൂട്ടമായി. അത് ഒരു മുതിർന്ന പൗരൻ അങ്ങനെ ആ മുതിർന്ന ജീവിത എക്സ്പീരിയൻസ് കൊണ്ട് പോലും ഇപ്പൊ എന്നെക്കാളും ഇപ്പൊ തൃശ്ശൂരിനെ കുറിച്ച് അവർ പറഞ്ഞ ചരിത്രങ്ങൾ പോലും കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇത്രയും അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പം ഇത്തരം ആൾക്കാർ ഈ സമൂഹത്തിനോട് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ശരികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയുള്ള ആ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ നേരിട്ട് പരിചയപ്പെടാനും ഇങ്ങനെയൊക്കെ അവരോടൊപ്പം നിന്നൊരു ലൈവ് ചെയ്യാൻ പറ്റിയൊരു എൻ്റെ ജീവിതത്തിലൊരു നല്ല അനുഭവമായിട്ടാണ് ഇന്നത്തെ ദിവസം എനിക്കത് അടയാളപ്പെടുത്താൻ തോന്നുന്നു എന്ന് പറയേണ്ടി വരിക. അതെ, ഒരു കാര്യം നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ വാല്യൂ കൂട്ടോ, ഒരു കുത്തിരിപ്പാണ് ഇന്നത്തെ മനോരമ ഹെഡ്ലൈനിൽ ഹൂ വിൽ സിപ്പ് ദ കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നത്. അതായത് അതിലൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഒരു ഞെട്ടലുണ്ടാവുന്നുണ്ടായില്ലേ, ആർക്കാണ് കപ്പ് കിട്ടുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കപ്പ് കിട്ടുന്ന എന്തായാലും ഞെട്ടലുണ്ടാവുന്നത്. ഒന്നുകിൽ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിൽ കണ്ണൂരിന് കിട്ടുന്ന, കണ്ണൂർ കിട്ടുമ്പോൾ ഇവരതിനെ മാറ്റാൻ എന്താ വെച്ചാൽ കണ്ണൂർ എന്തുകൊണ്ട് കിട്ടി, നമ്മുടെ ചീഫ് മിനിസ്റ്റർ സ്ഥലമാണ്. ബാക്കിയുള്ളവർക്ക് കിട്ടുമ്പോ വീണ്ടും ഞെട്ടലാവും. അതായത് ബാക്കിയുള്ളവർക്ക് കണ്ണൂരിനെ അല്ല അങ്ങനെയാണല്ലോ പോസിറ്റീവായി കണ്ണൂരിനെ അടിച്ചമർത്തിക്കൊണ്ട് മറ്റുള്ള ജില്ലക്ക് കിട്ടിയത്. അത് കൃത്യമായിട്ട് അതിന്റെ ഭാഗത്തിന് ഹൂ വിൽ സിപ്പ് ദ കപ്പ് എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചൊരു ആ ക്ലാസ് മാത്രമേ അറിയാൻ പാടുള്ളൂ, സാധാരണക്കാരൻ അറിയണ്ട എന്നുള്ള രീതിയിലാണ് അവർ ഹെഡ്ലൈൻ എഴുതിക്കൊണ്ട് ഞെട്ടുന്നാണ് പറയുന്നത്. കപ്പ് കിട്ടുമ്പോൾ ഞെട്ടണം എന്തിനാ മനോരമ. അപ്പൊ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ അതിന്റെ വാല്യൂ പോകും, അതുകൊണ്ട് പറഞ്ഞു മാത്രം. അപ്പൊ കാണാം, മറ്റു വിശേഷങ്ങളുമായിട്ടൊക്കെ നമ്മൾ ചേരുന്നുണ്ട്.